ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. മമ്മൂട്ടി വീണ്ടും ചൂടൻ ചർച്ചയിലേക്ക് എത്തുകയാണ്. ബോളിവുഡിലും ഒപ്പം ഹിന്ദി ചലച്ചിത്ര മേഖലയിലും ഒപ്പം സാധാരണക്കാർക്കിടയിലും അതൊരു ചർച്ച തന്നെയാവുകയാണ്. വേറെയൊന്നുമല്ല, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേറെ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട് മമ്മൂട്ടി ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നു? എങ്ങനെ മമ്മൂട്ടിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നു? മറ്റാർക്കും എന്തേ കഴിയാത്തത്? ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ചർച്ചയായി വരുന്നത്. പ്രത്യേകിച്ച് കളങ്കാവൽ എന്ന ചിത്രത്തെക്കുറിച്ച് അവിടെ ചർച്ച വരുമ്പോൾ അതിനകത്തിലെ ആ ഒരു കഥാപാത്രം സ്റ്റാൻലിയെക്കുറിച്ചാണ് എങ്ങും ഇപ്പോൾ നമുക്ക് കേൾക്കാനുള്ള കഥകൾ. കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും അവിടെയൊക്കെ സാധാരണക്കാർക്കിടയിൽ പോലും അതൊരു ചർച്ചാ വിഷയമാകുന്നു. അതിനിടയിൽ ഹിന്ദിയിലെ സ്ട്രോങ് ബെൽറ്റുകൾ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ വലിയ താരങ്ങളും അല്ലെങ്കിൽ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമാ മേഖലയുടെ ചർച്ചകളിലും ഇത് അറിയാതെ കയറി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സാധാരണ സിനിമയെ ഈ റേഞ്ചിൽ ലിവറേജ് ചെയ്യണമെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു പ്രത്യേകത എന്ത് എന്നൊക്കെയാണ്. ഈ ഒരു കഥാപാത്രം ചൂസ് ചെയ്തതിനകത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇത്ര ധൈര്യത്തോടെ ഏതെങ്കിലും ഒരു മുൻനിര താരത്തിന് ഇതേപോലെ ചെയ്യാൻ കഴിയുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ ഉറപ്പ് പറയുന്നത്. എങ്ങനെ മമ്മൂട്ടി ഇമേജുകൾ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കയറിപ്പോകുന്നു? അതിന് അവിടെ കണ്ടെത്തിയ ഉത്തരം ഇത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, അയാൾ മമ്മൂട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ബ്രേക്ക് ചെയ്ത് കയറിപ്പോകാൻ കഴിയുന്നത്. കഴിഞ്ഞ 15 സിനിമകളോളം മമ്മൂട്ടിയുടേത് എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു പക്ഷേ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കാത്തത് ഒരു ദേശീയ പ്രതിഷേധം പോലെ തന്നെ ഒരു കാലത്ത് വരുമെന്നുള്ളത് തന്നെ പറയാൻ കഴിയും. കാരണം തുടർച്ചയായി മമ്മൂട്ടി സിനിമകൾ നോക്കിയാൽ എല്ലാ വർഷവും നാഷണൽ അവാർഡിന് അർഹമായ ചിത്രങ്ങൾ തന്നെയാണ് മമ്മൂട്ടിക്ക് ഉള്ളത്. കളങ്കാവലിന് പിന്നാലെ അല്ലെങ്കിൽ അതിന് പിന്നിലുണ്ടായിരുന്ന ചിത്രം നമ്മൾ ആലോചിച്ച് നോക്കുക, ഭ്രമയുഗം. അതിനു മുന്നേ ഉള്ള പുഴു, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ആലോചിച്ച് നോക്കുക, നൻപകൽ നേരത്ത് മയക്കം. ഇതെല്ലാം തന്നെ ഇൻ്റർനാഷണൽ സ്റ്റഫാണ്. റീജിയണൽ ലാംഗ്വേജിൽ കിടന്ന് റീജിയണൽ പിള്ളേരെ കൊണ്ട് കൈയടിപ്പിച്ചിട്ട് വലിയ സിനിമ എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മുടെ ഓരോ ലാംഗ്വേജിലുമുള്ള സിനിമകളെ. പക്ഷേ ഒരു റീജിയണൽ ലാംഗ്വേജിലുള്ള ഒരു സിനിമയായി ഇൻ്റർനാഷണൽ സ്റ്റഫിലെത്തിക്കണമെങ്കിൽ വല്ലപ്പോഴുമൊക്കെ കഴിയാറുള്ളൂ. പക്ഷേ ഇവിടെ മമ്മൂട്ടിയുടെ പേഴ്സൻറ്റേജ് അതിൻ്റെയൊക്കെ ഏറെ മുകളിലാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ അങ്ങനെ ലിവറേജ് ചെയ്തിട്ടുള്ള എല്ലാ നടന്മാരുടെ സിനിമകൾ കൂടി കൂട്ടിവെച്ചാലും അതിന് മുകളിലേക്ക് പോകുന്നു മമ്മൂട്ടിയുടെ പേഴ്സൻറ്റേജ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ മമ്മൂട്ടി സിനിമകളിൽ ഒട്ടുമിക്കതും ഇൻ്റർനാഷണൽ സ്റ്റഫുകളാണ്. റോഷാക്ക് എടുത്താൽ പോലും ആ റേഞ്ചിലേക്ക് നിൽക്കുന്ന സിനിമയാണ്. ക്വാളിറ്റി ആണെങ്കിലും അപ്പോൾ അഭിനയത്തിൻ്റെ പ്രത്യേകതയാണെങ്കിലും ഒക്കെ കൊണ്ട് അതൊരു വേറെ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് എത്തുന്ന സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ. അത് ചെയ്യാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ളവർ ചെയ്യുമായിരിക്കും, പക്ഷേ പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തുകയാണ്. പ്രത്യേകിച്ച് ഹിന്ദി ലോകത്തുമൊക്കെ മമ്മൂട്ടിയെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ലെവലിലാണ് പലരും ചിന്തിക്കുന്നത്. കാരണം അവരുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളിലുള്ള സിനിമകൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അതേപോലെ പ്രകടനം കാഴ്ചവെക്കാൻ ഒരു നടൻ വേണം. അത് ഇന്ന് ഇന്ത്യയിൽ അധികമില്ല. മമ്മൂട്ടിയോ മോഹൻലാലിലോ ഒക്കെ ഒതുങ്ങുന്നു. അതും മമ്മൂട്ടി തന്നെയാണ് ഏറ്റവും മുന്നിലും നിൽക്കുന്നത്. എന്താണേലും ഇന്ന് ചർച്ചയാവുകയാണ് കളങ്കാവലിൻ്റെ കാര്യങ്ങൾ. 100 കോടി 200 കോടിയൊക്കെ തൂക്കാൻ പലർക്കും കഴിയുന്നുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അവസാനം ഇറങ്ങിയ അകാണ്ട പോലും അങ്ങനെ, അകാണ്ട 2 കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം. പക്ഷേ അത് ആ റീജിയണൽ ലാംഗ്വേജിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ട് കൊണ്ടുചെന്നാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മമ്മൂട്ടി എന്ന നടൻ്റെ ചിത്രങ്ങൾ വരുമ്പോൾ അത് വേറെ കാലം കഴിയുമ്പോൾ ഒരു വലിയ സംഭവം അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയലായി തന്നെ ഇനിയും മാറും. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ മമ്മൂട്ടി വേറൊരു ഏട് തീർക്കും, ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് തന്നെ. എന്താണേലും കളങ്കാവൽ പുതിയ തലത്തിലേക്ക് എത്തുന്നു. മമ്മൂട്ടി ചർച്ചാ വിഷയമാകുന്നു. എങ്ങും മമ്മൂട്ടിമയം. ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം മമ്മൂട്ടി എന്ന ഈ ഒരു ആക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇല്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഒരു കാര്യം പറയാം.